ഐമാക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ പോയി നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും കിടിലൻ എക്സ്പീരിയൻസിൽ ഒന്നായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ് ഈ വീഡിയോ. ഇതൊരു ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവി കൂടിയാണ്. കേരളത്തിലെ ബെസ്റ്റ് തിയേറ്ററായിട്ട് ഞാൻ എന്തുകൊണ്ട് കൊച്ചി ഐമാക്സിനെ കൺസിഡർ ചെയ്യുന്നു, എന്തുകൊണ്ട് ആ ഒരു നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ആൻസറാണ് ഈ സിനിമ അവിടെ പോയി കാണുന്നത്. ദ അൾട്ടിമേറ്റ് ഗോട്ട് ലെവൽ എക്സ്പീരിയൻസുകളിൽ ഒന്നായിട്ടുള്ള ഒരു അജാതി എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇമോഷൻ എക്സ്പീരിയൻസ്. ഈ സിനിമ നിങ്ങളൊരു സിനിഫൈലാണെങ്കിൽ, നിങ്ങളൊരു തിയേറ്റർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം മക്കളെ, അമ്മാതിരി സാധനം. ഐ റിഗ്രറ്റ് നോട്ട് വാച്ചിങ് ദിസ് മൂവി ഇൻ ഇറ്റ്സ് ഇനീഷ്യൽ റിലീസ് ഓൺ ഐമാക്സ്. കാരണം ഈ സിനിമ ഒരു ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഐമാക്സിൽ ചെന്ന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏകദേശം 50 മിനിറ്റ് വരുന്ന ഇവരുടെ ഈ ഫുട്ടേജ് ഐമാക്സിൽ കണ്ടുകയുമുണ്ടല്ലോ, എൻ്റെ മോനെ അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്റർസ്റ്റെല്ലാർ, ടോപ്പ് ഗൺ മാവറിക്ക്, ഡൂൺ പാർട്ട് 2 ഈ സിനിമകളൊക്കെയാണ് മക്കളെ ഐമാക്സിൽ കാണേണ്ടത്. അതുപോലെ തന്നെ ട്രോൺ എരീസ്, ട്രോൺ ലെഗസി, ഈ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഐമാക്സ്, എന്താണ് ആൾക്കാർ ഈ ഒരു ഫോർമാറ്റിൽ ഇമാതിരി ഫാൻസ് ഉള്ളത്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സംഭവമാണെന്നുള്ള മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഞാൻ ചേർക്കുകയാണ്, എന്തുകൊണ്ട് കേരളത്തിലെ ബെസ്റ്റ് തിയേറ്റർ, തൊടാൻ പറ്റാത്ത ലെവലിൽ വേറെ ലെവലിൽ നിൽക്കുന്ന തിയേറ്റർ ആണെന്ന് ഞാൻ കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിനെ എപ്പോഴും പറയുന്നത് എന്താണ് കാരണം എന്നുള്ളത് അറിയാമെങ്കിൽ ജസ്റ്റ് ബൈ എ ടിക്കറ്റ് ഫോർ ദിസ് മൂവി, ഗോ സിറ്റ് ദെയർ. അതിൻ്റെ ആൻസർ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നിങ്ങളെ അതിലൂടെ കേൾക്കാനും പറ്റും. അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അൺബീറ്റബിൾ ആണ് കൊച്ചി ഐമാക്സ് വിത്ത് ലേസർ ഇപ്പോൾ കറൻ്റ്ലി ഇൻ കേരള. തൊടാൻ പറ്റൂല, വേറെ ഒരു തിയേറ്ററും അതിൻ്റെ ഏഴെടുത്ത് വരാൻ പറ്റൂല. അതിൻ്റെ കാരണം അറിയണമെങ്കിൽ ഇന്റർസ്റ്റെല്ലാറോ ഞാൻ ഈ പറഞ്ഞ സിനിമകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതുവരെ പോയിട്ടുള്ള എൻ്റെ ഐമാക്സ് എക്സ്പീരിയൻസിൻ്റെ സ്പ്രെഡ്ഷീറ്റ് ഞാൻ താഴെ കൊടുത്തിരിക്കുക, എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ അത് കമൻസ് വരെ ചില കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സിനിമകളാണ് എനിക്കിവിടെ അതിഗംഭീരമായ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ള. തീർച്ചയായിട്ടും ഇത് ഇറ്റ് ഗോസ് ഡൗൺ ഇൻ വൺ ഓഫ് മൈ മോസ്റ്റ് മെമ്മറബിൾ ഐമാക്സ് എക്സ്പീരിയൻസ് എന്ന് മാത്രമല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് എവർ. അത്രയും ഒരു വേറെ ലെവൽ, അന്ത ലെവൽ, രോമാഞ്ച കിഡിലോൾസ്കി വേൾഡ് ക്ലാസ് ലെവൽ എക്സ്പീരിയൻസ്. ഏറ്റവും മോനെ അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത്ര അധികം തിയേറ്ററിൽ പോയിട്ടുള്ള ഞാൻ എന്നിട്ടും പറയുകയാണ്, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഐമാക്സ് ലോകത്തെ എവിടെയുള്ള ഐമാക്സിലും നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിൽ ട്രാവൽ ചെയ്ത് പോയാലും നിങ്ങൾക്ക് അതിനുള്ള വർത്ത് ഈ സിനിമ തരും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ആവുന്നത്. നിങ്ങൾ മടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരാഴ്ചത്തേക്ക് മാത്രമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ ഡോൾബി സിനിമ, 4DX, സ്ക്രീൻ എക്സ്, മറ്റുള്ള പ്രീമിയം ലാർജ് ഫോർമാറ്റ് PLF സ്ക്രീനുകളിലും ഐമാക്സിലും. പക്ഷേ ഐമാക്സിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ ഒരു ഫ്ലാറ്റ് റേഷ്യോ ഫുട്ടേജ് ഓഫ് 50 മിനിറ്റ് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഡാം വർത്ത് ഇറ്റ്. ക്ലാരിറ്റി വൈസ് LED സ്ക്രീനും ഡോൾബി സിനിമയും ഇതിന് മേലാണെന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ that flat aspect ratio footage of 50 minutes എൻ്റെ മോനെ will mind fuck you. You'll be mind blown watching this. അത്രയും ഒരു അതിഗംഭീര എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ അൺമാച്ച്ഡ് അന്ത ലെവൽ എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ വീഡിയോ പോലും മുഴുവൻ കാണണ്ടേ, പോകുക ഈ ഒരു സിനിമ കണ്ടു നോക്കുക. ഇറ്റ് ഇസ് ടോട്ടലി വർത്ത് യുവർ ടൈം, മണി ഒക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിട്ട് ഇത് പീക്ക് സിനിമ, പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അമ്മാതിരി എനിക്ക് ഇഷ്ടപ്പെട്ട്, അത്ര അധികം ഉയർത്തിയാലും മതിയാവില്ല, അത്ര കിടിലം ഒരു എക്സ്പീരിയൻസ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സംഭവം. ഇപ്പം നിങ്ങൾക്കിത് ഒന്നും കൂടി കാണാനുള്ള ചാൻസ് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇത് മിസ് ചെയ്യരുത്. അതായത് എനിക്ക് പറഞ്ഞത്, നിങ്ങളിത് മിസ് ചെയ്താൽ യു ആർ ഗോയിങ് ടു മിസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം. എന്താണ് ഐമാക്സ് എന്നുള്ളതിന് ഉത്തരമാണ് ഇത്തരം സിനിമകൾ. ഇത് അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഐമാക്സ് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടും. നിങ്ങളുടെ കണ്ണിന് മുന്നിൽ കാണിച്ചും തരും, നിങ്ങളുടെ കാതിൽ അത് കേൾപ്പിച്ചും തരും. ഞാൻ വീണ്ടും പറയണം, കോട്ട് ദാറ്റ്. ഇത് അൾട്ടിമേറ്റ് ആയിരുന്നു, അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. ഇന്റർസ്റ്റെല്ലാർ ഐമാക്സിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ആളുകളോട് പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ കേസിൽ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഐമാക്സ്, വാട്ട് ഈസ് ഇമേഷൻ എന്നുള്ളത്.
എൻ്റെ മക്കളെ, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള 3 ഫോർമാറ്റുകളാണ് ഡോൾബി സിനിമയും സ്ക്രീൻ എക്സും ഐമാക്സും. ഞാൻ 4DXന്റെ ഒരു ആരാധകനല്ല. ഈ സിനിമ ഞാൻ പണ്ട് മടി കാരണം 4DXിലെ പോയി കണ്ടത്. എന്നിട്ട് എനിക്ക് നീരുവീഴ്ച വീണ ഒരവസ്ഥയായിരുന്നു എനിക്കും എൻ്റെ ഫ്രണ്ടിനും. എൻ്റെ ഫസ്റ്റ് 4DX എക്സ്പീരിയൻസും ടോപ്പ് ഗൺ മാവറിക് ആയിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് വൈസ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐമാക്സിൽ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്തിനാണ് അന്ന് 4DX ചൂസ് ചെയ്തതെന്നുള്ളതാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഈ സിനിമയുടെ ഐമാക്സ് എക്സ്പീരിയൻസ് ചുരുക്കി പറഞ്ഞാൽ അത് എളുപ്പത്തിൽ പറയാൻ പറ്റും. F1 എന്നുള്ള സിനിമ ഇതേ ഡയറക്ടറിൻ്റെ തന്നെയാണ്, ജോസഫ് കൊസിൻസ്കി. പുള്ളിയുടെ F1 എന്നുള്ള സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി ഐമാക്സിലാണ് കണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫോർമുല 1 കാറിനകത്തിരിക്കുന്ന ഒരു FOV ടൈപ്പ് ഓഫ് ഒരു കിടിലൻ വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഫൈറ്റർ ജെറ്റിനകത്തിരിക്കുന്ന ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അമ്മാതിരി ഡീറ്റെയിൽഡ് DCP, അമ്മാതിരി കിടിലൻ വിഷ്വൽസ്. ക്യാമറമാൻ എവിടെയൊക്കെയാണ് ഐമാക്സ് ക്യാമറ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തൊരു വിഷ്വൽ ട്രീറ്റ് ആണ്, എന്ത് ഒരു ഗെയിം കളിക്കുന്ന ഫീല്. ബാറ്റിൽ ഫീൽഡ് 4 ജെറ്റിനകത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ്. അന്തമാതിരി ഒരു സാധനം, ഏതോ സിമുലേഷൻ ഗെയിം കളിക്കുന്ന ഒരു ഫീലൊക്കെയാണ് കിട്ടുന്നത്. അതായിരുന്നു ഇതിൻ്റെ ഐമാക്സ് എക്സ്പീരിയൻസ്. എൻ്റെ പോയി ഇത് പറയുമ്പോൾ രോമോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ എല്ലാം എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയാണ്. അമ്മാതിരി ഒരു അജാതി എക്സ്പീരിയൻസ്. അതാണ് ഈ സിനിമ ഇൻ ഐമാക്സ്. നിങ്ങളൊരു യഥാർത്ഥ സിനിമാ സ്നേഹിയാണെങ്കിൽ, ഒരു തിയേറ്റർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ, ഡു നോട്ട് മിസ് ദിസ് ഓൺ ഐമാക്സ്. അതും ഐമാക്സ് വിത്ത് ലേസറിലോ, ഐമാക്സ് കോള പ്രൊജക്ഷനുള്ള തിയേറ്ററിലോ, ഡ്യുവൽ GT ഐമാക്സിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു നോക്ക്. എൻ്റെ മോനെ, അത് നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കും. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പറഞ്ഞ അമ്മാതിരി എക്സ്പീരിയൻസ്. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു സിനി ഫയലിനും ഒരു തിയേറ്റർ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമല്ല, ആർക്കും ഫീൽ ആവും. നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ, നിങ്ങൾക്ക് ഈ വലിയ സ്ക്രീനിലൊക്കെ ചെന്നിരുന്നിട്ട് സിനിമ കണ്ട് അന്താളിപ്പോടെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇടയും ഗോ ടു ദ ബിഗ്ഗസ്റ്റ് ഐമാക്സ് ഫോർ ദിസ് മൂവി. ട്രാവൽ മടി കാണിക്കരുത്, ട്രാവൽ ചെയ്ത് പൊക്കോ. ഇത് തിയേറ്ററിൽ നിന്ന് പോണേ മുന്നേ കണ്ടോ മക്കളെ. താങ്ക് യു സോ മച്ച് ഫോർ റീറിലീസിങ് ദിസ്. കാരണം ഇനി എനിക്ക് ആ ബ്ലേഡ് റണ്ണർ അതുപോലെ തന്നെ കുറച്ച് സിനിമകൾ എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. ട്രോൺ ലെഗസി, ഇറ്റ്സ് എ ഡ്രീം ടു വാച്ച് ദീസ് മൂവീസ് ഇൻ ഐമാക്സ്. അല്ലെങ്കിൽ ഒരു ഡ്രീം ഇപ്പോൾ അച്ചീവ് ചെയ്തു. ആക്ച്വലി കുറേ ഡ്രീംസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റെല്ലാർ കാണാൻ പറ്റി. ഇനി ഡൂൺ 1 ഒന്ന് 3Dയിൽ ഐമാക്സ് കാണാം. എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ഐമാക്സ് 3D മൂവി ആയിരുന്നു ഡൂൺ പാർട്ട് 1. അപ്പോൾ അതൊന്ന് റിലീസ് ചെയ്താൽ കാണുമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. ജാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് 1.43:1 ഐമാക്സിൽ കാണുമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റെല്ലാർ 1.43:1 ഐമാക്സിൽ കാണുമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ആഗ്രഹങ്ങളായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ടു ദ ഹോൾ ടോപ്പ് ഗൺ മാവിക് team for re-releasing this movie. What an experience, what a life changing, what a lifetime experience. വേറെ ഒന്നും എനിക്ക് പറയണ്ട. ജസ്റ്റ് ബുക്ക് യുവർ ടിക്കറ്റ്സ്, ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ ഐമാക്സ്. ഞാൻ പറയണ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മിസ് ചെയ്താൽ ലൈഫിൽ ഏറ്റവും കിടിലൻ ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ മിസ്സാക്കാൻ പോകുന്നത്. അത് ഞാൻ പറയാം. ശരി, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.